അസ്സലാമലൈക്കും. നമ്മുടെ കാദർ കരിപ്പൊടി 2 മാസത്തോളമായി ഉണ്ടായിരുന്ന നിശബ്ദത കൈവടിഞ്ഞിരിക്കുന്നു. എന്തു പറഞ്ഞിട്ടാണ് വന്നത്? 2 വർഷത്തോളമായിട്ട് പറയുന്ന ഒരേ കാര്യം തന്നെയാണ് അവൻ പറയുന്നത്. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ നിനക്കൊരു മറുപടി വീഡിയോ ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു പുതിയത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നു പൊത്തില മടക്കി. ഇപ്പൊ പഴയ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കാദർ കരിപ്പൊടി, ഞാൻ നിന്നോട് ഒരു വ്യക്തമായ ഒരു കാര്യം പറയട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ബാച്ചയുടെയും റിഫയെയും ജംഷാദിനെയും സംബന്ധിച്ച വിവരങ്ങളാണ്. നിനക്ക് അതിനെപ്പറ്റി ഉത്തരമില്ല, കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് ആണ് എന്നുള്ളതാണ്. ഇന്നലെ നിന്റെ വീഡിയോയിൽ ഒരു ആരോപണം എന്ന് പറയുന്നത് പ്രവാസികളുടെ ഭാര്യമാരെ തട്ടിയെടുക്കുന്നു എന്നാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക, ചിലപ്പോ സുഹൈൽ കരിപ്പൊടിയുടെ ഭാര്യയെ ആയിരിക്കാം. കാരണം അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നിന്റെ കൺമുന്നിൽ കാണുന്നുണ്ടാവുക, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നാട്ടിലെ എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ആക്ഷേപിക്കുന്ന കാര്യം തെറ്റാണ്. പിന്നെ എന്റെ പേരിൽ നീ കൊണ്ടുവന്ന പീഡന കേസ് എന്ന് പറയുന്നത് BNS 64 ആണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത്. അതിന്റെ മോട്ടീവും കാര്യങ്ങളും ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അത് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞുതരാം. ഈ വിഷയത്തില് പ്രവാസികളായ ഭാര്യമാരാണ് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഭർത്താക്കന്മാരുണ്ടാവില്ലേ? അപ്പൊ അവരല്ലേ ഏറ്റവും വലിയ മോശം? ഞാനാണോ മോശം? ഇപ്പൊ സുപ്രീം കോടതിയുടെ പുതിയ നിയമപ്രകാരം അത് തെറ്റല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ കേസിന്റെ നിജസ്ഥിതി ഞാൻ പറഞ്ഞുതരാം. എന്റെ പേരിൽ ഇപ്പൊ ആദ്യം പറഞ്ഞത് 250ഓളം പീഡന കേസുകൾ എന്നാണ് പറയുന്നത്. പിന്നെ അത് 20 പിന്നെ അത് 6 പിന്നെ അത് 3 പിന്നെ അത് 2 പിന്നെ അത് 1. അതൊക്കെ എങ്ങനെ കാദർ കരിപ്പൊടി? നീ എന്റെ പേരിൽ കൊണ്ടുവന്ന കേസിനെ പറ്റി സംസാരിക്കുമ്പോൾ നീ എന്തുകൊണ്ടാണ് അതിലെ മോട്ടീവും കാര്യങ്ങളും ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളും പറയാത്തത്? നീ പറഞ്ഞു ഒരു നിലമ്പൂരുള്ള ഒരു വിഷയത്തെ പറ്റി. ഈ മഞ്ചേരി ജില്ലാ കോടതിയും നിലമ്പൂര് പോലീസും അല്ലെങ്കിൽ സംതിങ് ആരും തെളിയിക്കാത്ത കാര്യം, വീഡിയോ കാര്യങ്ങളൊക്കെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് നീ പറയുന്നുണ്ട്. അവർക്ക് ആർക്കും കിട്ടാതെ നിനക്കെങ്ങനെ കിട്ടും? അപ്പൊ എനക്ക് അറിയാം അത് ആരാണ് പ്രചരിപ്പിച്ചത് എന്ന് എനക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്നെ ചോദ്യം ചെയ്ത ആരാണ് പ്രചരിപ്പിച്ചതെന്ന് അറിയാം. പിന്നെ എന്താ പറഞ്ഞ എന്റെ പേരിൽ കൊണ്ടുവന്ന FIR, എന്റെ പേരിൽ കൊണ്ടുവന്നത് ഒക്ടോബർ 10 ഒരു FIR കൊണ്ടുവന്നു. എന്റെ നിലമ്പൂർ കാമുകിനെ വെച്ചിട്ട് തന്നെ നീ ഒരു FIR കൊണ്ടുവന്നു. കാരണം ഒക്ടോബർ 18 എന്റെ വിവാഹമാണ്, അത് മുടക്കുകയായിരുന്നു നിന്റെ ലക്ഷ്യം. പക്ഷെ ജില്ലാ കോടതിയൊന്നും പോലീസും വെറുതെ ഇരിക്കുന്നല്ലോ. ഓക്കെ, കോടതിയൊന്നും വെറുതെ ഇരിക്കുന്നല്ലോ. കോടതി പിടിച്ച് അണ്ണാക്കിൽ അടിച്ചു തരുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ആ കേസിൽ നിജസ്ഥിതിയാണ്. ആ കേസ് 2 കേസും കൂടി എന്തായിട്ടുണ്ട്? ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ നീ പറഞ്ഞ ആരോപണം എന്താ? വീഡിയോ കോൾ ദൃശ്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ഞാൻ പ്രചരിപ്പിച്ചു എന്ന ആരോപണം. ഈ സ്ത്രീ ഇതിനു മുന്നേയും ഈ സ്ത്രീയുടെ മുൻ ഭർത്താവിനെതിരെ സെയിം പരാതിപ്പെട്ടിട്ടുണ്ട്. അതായത് മലപ്പുറം ജില്ലാ SP-ക്കെതിരെ ഇതേ പരാതി തന്നെ ഈ പെൺകുട്ടി പോയിട്ടുണ്ട്. അതിന്റെ തെളിവും ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാനല്ല, അത് അവിടെ പോയി പറയണം. ഓക്കെ കാദർ കരിപ്പൊടി, അത് അവിടെ പോയി പറയണം. അത് ഞാനുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യരുത്. പിന്നെ നീ കൊണ്ടുവന്ന FIR-കളുടെ ഈ FIR മൊത്തം കോശായി പോയതോ അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടതുമായ FIR-കൾ മാത്രം. പക്ഷെ നിനക്ക് 2026 ഒരു FIR ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. 2026 ഒരു FIR, അത് പോക്സോ കേസ്. കാദർ കരിപ്പൊടി എന്ന് പറയുന്ന മഹാനെതിരെ വന്ന പോക്സോ കേസാണത്. പിന്നെ കൂടാതെ എനിക്ക് എന്നോട് പറയാനുള്ളത് എന്റെ ജീവിതത്തിൽ എന്റെ മുൻ കാമുകിയുമായിട്ട് നീ ഉണ്ടായിരുന്ന ബന്ധം ഞാൻ ഓരോന്നായി തെളിച്ച് ന്യൂസിൽ വരെ പത്രത്തിൽ വരെ കൊടുത്തിട്ട് നീ ആരെയാണ് ഈ കോമാളിയാക്കാൻ നോക്കുന്നത്? കാദർ കരിപ്പൊടി, നീ ആരെയാണ് കോമാളിയാക്കാൻ നോക്കുന്നത്? നിനക്ക് ആള് മാറി ശരിക്കും. സത്യം പറഞ്ഞാല് ഞാനുള്ള സീരിയസ് ആയിട്ട് പറയാം, നിനക്ക് സത്യം പറഞ്ഞ ആള് മാറി. നീ വിചാരിച്ച പോലത്തെ ഒരു വ്യക്തിയല്ല. ഓക്കെ, നീ പിന്നെ എന്താ ഡിഫോമേഷന് കേസ് കൊടുക്കുന്നു? നാണോ മാനോ ഇല്ലാത്ത അനക്ക് ഇവിടുന്നോട്ട് ഡിഫോമേഷൻ ഞാൻ അറിയാത്തോണ്ടോ? നാണോ മാനോ ഇല്ലാത്ത അനക്കെന്താ ഡിഫോമേഷൻ? ഞങ്ങളെ ഈ മാത്രമാണ് ചോറ് തന്നെ വിചാരിച്ചു. ഞങ്ങളൊക്കെ ചോറാന്ന് ഈ തീട്ടായിരിക്കും ചിലപ്പോൾ നിന്നുണ്ടാവുക. അപ്പൊ അനക്ക് അങ്ങനൊക്കെ തോന്നും. നാണോ മാനോ ഇല്ലാത്ത അനക്ക് എവിടെ നിന്നാണ് ഡിഫോമേഷൻ? ഞാൻ എന്നെ വെല്ലുവിളിക്കുന്നുണ്ട് എന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നീ എന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. ഒറ്റ തന്തൊക്കെ പറഞ്ഞതാണെങ്കിൽ എന്റെ പേരിൽ നീ ഒരു കേസ് കൊടുക്കും. ഓക്കെ, പിന്നെ എനിക്ക് ഞാനോട് ഒരു കാര്യം പറയും, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നെ വീണ്ടും പറയിപ്പിക്കും. എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ബാച്ച എന്ന് പറയുന്ന ഒരു വിഷയമാണ്. കാരണം ബാച്ചയുടെ കാര്യങ്ങൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ ഇട്ടപ്പോ, ഫോട്ടോസുകൾ ഇട്ടപ്പോ കാദർ കരിപ്പൊടിക്ക് പൊണ്ടു. അതേപോലെ കാദർ കരിപ്പൊടിയും ബാച്ചയും സംസാരിക്കുന്ന റെക്കോർഡ് ഞാൻ പുറത്തു വിടും എന്ന് പറഞ്ഞപ്പോ കാദർ കരിപ്പൊടി പ്രത്യക്ഷനായില്ലേ? അപ്രത്യക്ഷമായ കാദർ കരിപ്പൊടി പ്രത്യക്ഷനായത് ഈ ഒരു കാരണം കൊണ്ട് മാത്രം. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളി. കാരണം കാദർ കരിപ്പൊടി എന്ന വ്യക്തി നന്നായി ഭയപ്പെടുന്നുണ്ട്. കാരണം ബാച്ച എന്ന് പറയുന്ന ക്രിമിനലിനെ പുറത്തു കൊണ്ടുവരുന്നത് അവനെ സാരമായ പരിക്കേൽപ്പിക്കും എന്നുള്ളത് കാദർ കരിപ്പൊടി എന്ന് പറയുന്ന തന്തയില്ലാത്തവന് നല്ലവണ്ണം അറിയാമെന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പൊ എല്ലാവരും ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ കേസ് കൊടുക്കുന്ന കാര്യം ഞാൻ എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. ആണാണെങ്കിൽ പോയിട്ട് പിടുക്കണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കും. ഓക്കെ, അപ്പൊ ശരി, ടാറ്റ.